ഹായ് എല്ലാവർക്കും ന്യൂജൻ മാത്ന SSLC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ SSLCക്ക് മാത്സിന് A+ നേടുക എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിത്തരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള എൻ്റെ ക്ലാസ്സുകൾ ഇന്നു മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കണക്കിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് പുസ്തകത്തിലെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പം എല്ലാവരും മനസ്സിലാക്കുക, ഇത് നമ്മുടെ SSLC ചാനലിലാണ്. മറ്റ് സ്റ്റാൻഡേർഡ്സിൽ പഠിക്കുന്ന 9ലും 8ലും പഠിക്കുന്നവരൊന്നും ഈ ചാനലിൽ വേണ്ട. 10ാം ക്ലാസ്സുകാർക്ക് മാത്രമായിട്ടുള്ള ചാനലാണ്. ബാക്കിയുള്ളവർക്ക് വേണ്ടി ന്യൂജൻ മാത്ത് എന്ന് പറയുന്ന ചാനൽ അവിടെ ഉണ്ട്. അവിടെ വീഡിയോസ് വരുന്നതാണ്, അവിടെ കയറി പഠിക്കുക. SSLCക്കാർക്ക് ഈ ചാനലുണ്ട്, നിങ്ങൾക്കെല്ലാം ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എന്താണ് പഠിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് നമുക്കറിയേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്. ഒരു സംഖ്യ 5ൽ നിന്ന് നിങ്ങൾക്കറിയാം 2 കുറയ്ക്കാൻ അറിയാം. 5ൽ നിന്ന് 2 കുറച്ചാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം 5ൽ നിന്ന് 2 കുറച്ചാൽ 3 പക്ഷെ അത് തിരിഞ്ഞു വന്നാൽ എന്ത് സംഭവിക്കും? പറ മക്കളെ, എന്താണ്? നോക്ക്, 2ൽ നിന്ന് 5 കുറയ്ക്കാൻ വന്നു ചോദ്യം. 2ൽ നിന്ന് 5 കുറച്ചാൽ എത്ര? അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കുറേ കണക്കുകൾ മുന്നോട്ട് പോയി. ഇതറിയാത്ത കുറച്ച് പേരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവരെല്ലാവരും മിടുക്കരായിട്ട് ഇതൊക്കെ പഠിക്കണം. എന്നാൽ മാത്രമേ പുസ്തകത്തിലെ കണക്ക് ചെയ്യുമ്പോൾ എളുപ്പമായി മാറും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പറ മക്കളെ, 2ൽ നിന്ന് 5 കുറച്ചാൽ എത്ര കിട്ടും? 5ൽ നിന്ന് 2 കുറയ്ക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഉത്തരം 3. ഓക്കെ, തിരിച്ചു വന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ വന്നു. ഇത് ചെറിയ സംഖ്യയാണ് 2. അതിൽ നിന്നൊരു വലിയ സംഖ്യ കുറയ്ക്കാൻ വന്നാൽ എപ്പോഴും ഓർത്തിരിക്കുക, ചെറുതിൽ നിന്നാണ് കുറയ്ക്കുന്നതെങ്കിൽ ഉത്തരത്തിൽ ഉറപ്പായും നെഗറ്റീവ് എന്ന് പറയുന്ന സിമ്പിൾ കാണും. കണ്ടല്ലോ? അപ്പം ചെറുതിൽ നിന്നാണ് വലുത് കുറയ്ക്കേണ്ടതെങ്കിൽ ഉറപ്പായും ഉത്തരത്തിൽ എന്ത് കൊടുക്കുക? നെഗറ്റീവ് കൊടുക്കുക. എന്നിട്ട് പഴയതുപോലെ തന്നെ 5ൽ നിന്നും 2 കുറയ്ക്കുക, ഉത്തരം 3. അതുകൊണ്ട് ആൻസർ ഈസ് -3. ഓക്കെയാണ്. അപ്പം ഈ 2 ചോദ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആദ്യം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചേക്കണം. 5ൽ നിന്ന് 2 കുറച്ചാൽ 3 ആണെങ്കിൽ 2ൽ നിന്ന് 5 കുറച്ചാൽ എത്രയായിരിക്കും? -3. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, അത് നമുക്ക് സൈഡിലോട്ട് എഴുതാം. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം വെറും 2 നിങ്ങൾക്കറിയാം. സാധാ ഒരു 2 എന്ന് പറഞ്ഞ സംഖ്യ എഴുതിയാൽ അത് പോസിറ്റീവ് 2 ആണ് മക്കളെ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഒരു സംഖ്യയുടെ ചിഹ്നം കിടക്കുന്നത് ഏത് സൈഡിലാണ്? ലെഫ്റ്റ് സൈഡിലാണ്. എവിടെയാണ്? ലെഫ്റ്റ് സൈഡ്. അപ്പോൾ അതാണ്ട് ഈ സംഖ്യ, ഈ ഒരു സംഖ്യ അതാണ്ട് ഇത് 3 ആണ്. അപ്പം 3 എന്ത് 3 ആണ്? പോസിറ്റീവായിട്ടുള്ള 3 ആണോ നെഗറ്റീവ് ആയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സിമ്പിൾ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ത് 3 ആണ്? പോസിറ്റീവ് 3 ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, -2 അല്ലെങ്കിൽ നെഗറ്റീവ് 2 ആണ് സംസാരിക്കുന്നതെങ്കിൽ അതിനകത്ത് നെഗറ്റീവ് വരും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അടുത്തൊരു ഡൗട്ട് ഉണ്ടായി കാണും, സാറേ അതെന്ത് നമ്പേഴ്സ് ആണ് എന്ന് ചോദിച്ചാൽ മക്കളുമാരെ ഓർത്തിരിക്കുക, നമ്മുടെ നമ്പേഴ്സിൻ്റെ അകത്ത് 0 ഉണ്ട്. അത് കണക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന നമ്പേഴ്സിനെ നമ്മൾ പോസിറ്റീവ് നമ്പർ 1, 2, 3 ഇങ്ങനെ പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. അതോടൊപ്പം ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 0യുടെ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ എന്ത് നമ്പേഴ്സ് നമ്മളോടൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കുക? നെഗറ്റീവ് നമ്പേഴ്സ്. ഇതൊക്കെ പണ്ട് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഇതറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞു തന്നതാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഒരു സംഖ്യ എഴുതി കഴിഞ്ഞാൽ കണ്ടോ, 3 എന്ന് പറഞ്ഞൊരു സംഖ്യ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ചിഹ്നം എന്തെന്ന് ചോദിച്ചാൽ പോസിറ്റീവാ. അടുത്ത സംഖ്യയിൽ നെഗറ്റീവ് ആണെങ്കിൽ എൻ്റെ കൂടെ നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴാണ് നെഗറ്റീവ് സംഖ്യ ഉണ്ടാവുന്നത് നിങ്ങൾക്കറിയാം? ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുമ്പോഴാണ്. അപ്പോൾ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ അടുത്തൊരു ചോദ്യം കൂടെ ഞാനൊന്ന് ചോദിക്കട്ടെ. 3ൽ നിന്ന് 6 കുറയ്ക്കണം. 3 - 6 എത്ര മക്കളെ? ഇവിടെ നോക്കേണ്ടത് എന്താണ്? ചെറുതിൽ നിന്നാണ് വലുത് കുറയ്ക്കേണ്ടത്. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കണം. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇത് +3. 2 വ്യത്യസ്ത ചിഹ്നങ്ങളാണ് വന്നിരിക്കുന്നതെങ്കിലും കുറയ്ക്കണം. അപ്പോൾ ഈ 2 ഭാഷയിൽ പറയാം. ഏതൊക്കെ ഭാഷയിൽ ഈ ചോദ്യങ്ങൾ പറയാമെന്ന് ചോദിച്ചാൽ, ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കണം എന്ന് പറയാം, അല്ലെങ്കിൽ പോസിറ്റീവ് സംഖ്യയിൽ നിന്നും നെഗറ്റീവ് സംഖ്യ കുറയ്ക്കണം, അല്ലെങ്കിൽ 2 വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള സംഖ്യയാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള സംഖ്യ ആണെങ്കിൽ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ ഉത്തരം കിട്ടുന്ന എത്രയാണ്? 6ൽ നിന്ന് 3 കുറയ്ക്കണം. അപ്പം എന്ത് കിട്ടും? 3. ഇനി വലുതിൻ്റെ ചിഹ്നം, ഈ വലിയ സംഖ്യയായ 6ന്റെ ചിഹ്നം എത്രയാണ് മക്കളെ? -ആണ്. അതുകൊണ്ട്
കൊണ്ട് മൈനസ് ഉത്തരത്തിൽ കൊടുക്കണം. ആൻസർ ഈസ് -3. കണ്ടോ? അപ്പൊ രണ്ട് രീതിയിലും പഠിച്ചു വെക്കാം. രണ്ട് വ്യത്യസ്ത ചിഹ്നമുള്ള സംഖ്യകൾ വന്നാൽ ആദ്യമേ കുറയ്ക്കണം, എന്നിട്ട് വലുത് ആയിട്ടുള്ള സംഖ്യയുടെ ചിഹ്നം നൽകണം. ഓക്കെയാണ്, പഠിച്ച് എഴുതി വെക്കുക, ബുക്ക് എടുത്ത് എഴുതി വെക്കുക. അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം പറയാം. 4 - 9 എന്ന ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് 4ന്റെ ചിഹ്നം എന്താണ്? പോസിറ്റീവ്. അപ്പൊ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 9ൽ നിന്ന് 4 കുറച്ചാൽ നിങ്ങൾക്കറിയാം എത്രയാണ്? 5. എന്നിട്ട് എന്ത് നൽകണം? വലിയ സംഖ്യ ഏതാണോ അതിന്റെ ചിഹ്നം ഏതാണ്? വലിയ സംഖ്യയുടെ ചിഹ്നം ഏതാണ്? ഇവിടെ വലിയ സംഖ്യ 9 ആണ്, അതിന്റെ ചിഹ്നം നെഗറ്റീവ് ആണ്, അതുകൊണ്ട് -5. ഇങ്ങനെ രണ്ട് രീതിയിലും പഠിക്കാം. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് വരാമെന്ന് പഠിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാൽ കുറയ്ക്കണം എന്നിട്ട് വലുതിന്റെ ചിഹ്നം നൽകണമെന്നും പഠിക്കാം. ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെയാണ്. ഇനി മറ്റൊരു ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ഈ ചോദ്യത്തെ തിരിഞ്ഞു വന്നു. എങ്ങനെ? -9 + 4 എന്ന ചോദ്യം വന്നു. കണ്ടോ? ഇങ്ങനെയൊക്കെ ചോദ്യം വരുമ്പോഴാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. എങ്ങനെയാണ് നോക്ക്. ഈ ചോദ്യം ശ്രദ്ധിച്ചോ. ഇതിന്റെ മൈനസ് ആണ്, ഇതിന്റെ പ്ലസ് ആണ്. അപ്പൊ എന്തോ ചോദ്യം നമ്മൾ എന്ത് പറയണം? വ്യത്യസ്ത ചിഹ്നം വന്നു. എന്നാൽ എന്താ ചെയ്യേണ്ടത്? വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ നമുക്കറിയാം 5 ആണ്. എന്നിട്ട് വലിയ സംഖ്യ ആരാണ്? 9. അതിന്റെ ചിഹ്നം എന്താണ്? നെഗറ്റീവ്. അതുകൊണ്ട് ആൻസർ ഈസ് -5. കണ്ടോ? ഓക്കെയാണ്. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഇവിടെ മറ്റൊരു ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ചോദ്യം നമുക്ക് എഴുതാം. -10 + 3 എന്നൊരു ചോദ്യം വന്നു. ഇവിടെ നോക്കൂ മക്കളെ, എന്താ പ്രത്യേകത? ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. അപ്പൊ വ്യത്യസ്ത ചിഹ്നം വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കുമ്പോൾ 7 കിട്ടും. എന്നിട്ട് നമ്മൾ വലിയ സംഖ്യ ചെക്ക് ചെയ്യും. വലിയ സംഖ്യ 10 ആണ്. 10ന്റെ ചിഹ്നം എന്താണ്? നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ആൻസർ എന്ത് വരും? നെഗറ്റീവ് വരും. ആൻസർ ഈസ് -7. ഇനി അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ഇനി ഇതിന്റെ തന്നെ അടുത്ത വെറൈറ്റി ചോദ്യം. നമുക്കപ്പോൾ ഈ സംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും അറിയാം, പക്ഷെ ഇങ്ങനത്തെ സംഖ്യകൾ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള സംഖ്യകളുടെ കൂട്ടലും കുറയ്ക്കലും ഒക്കെ കൃത്യമായി പഠിക്കണം. എൻ്റെ വാക്ക് കേട്ടല്ല, കൃത്യമായി. അപ്പുറത്തിരിക്കുന്നവന്റെ പേപ്പറിൽ നോക്കരുതേ, സ്വന്തമായി ചെയ്യണം. അതാണ് ഉദ്ദേശം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. -2 + -7 ഇങ്ങനൊരു ചോദ്യം വന്നു. ഇത് കൊള്ളാലോ സാർ അല്ലേ? ചോദ്യം നിങ്ങളുടെ മനസ്സിലും വന്നു കാണുമല്ലോ. ഇവിടെ പ്ലസ് വന്നു. ഇത്ര നേരം പറഞ്ഞ ചോദ്യങ്ങളിൽ എന്തില്ല? ഇത്രയും നേരം പറഞ്ഞ ചോദ്യങ്ങൾ ഇതുപോലെയായിരുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ നോക്കും, ഇവിടെ പ്ലസും മൈനസും അടുത്ത് വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചേക്കണം. പ്ലസും മൈനസും അടുത്ത് വന്നാൽ അടുത്ത സ്റ്റെപ്പിൽ അത് എന്തായി മാറുമെന്ന് ചോദിച്ചാൽ മൈനസ് ആകും. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം ഈ പ്ലസും മൈനസും കൂടെ ഗുണിച്ച് കിട്ടുന്ന ഉത്തരം എപ്പോഴും എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പോൾ പ്ലസും മൈനസും അടുത്ത് വന്നാൽ എൻ്റെ ഉത്തരം എന്തായിട്ട് മാറും? മൈനസ് ആയി മാറും. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ നേരത്തും നിങ്ങൾ മനസ്സിലാക്കണം, -2ന് യാതൊരു മാറ്റവും ഇല്ല. ഈ പ്ലസും മൈനസും കൂടെ മാറി എന്തായി മാറും? മൈനസ്. അപ്പോൾ പ്ലസും മൈനസും അടുത്ത് വന്നാൽ എന്തായി മാറും മക്കളെ? -7. കണ്ടോ? ചോദ്യം ഇങ്ങനെയായി മാറി. കണ്ടല്ലോ ഇവിടുത്തെ ചോദ്യം? -2, ഇത് രണ്ടും മാറി, ഈ മൈനസ് വന്നു, പിന്നെ ഈ 7 എടുത്ത് എഴുതി. ഓക്കെയാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ നോക്കണം എന്താ പ്രത്യേകത. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത, ഇതുപോലത്തെ ഒരു ചോദ്യം നമ്മൾ ഇതുവരെ പഠിച്ചില്ല. കണ്ടല്ലോ, ഇതുവരെ പഠിച്ചിട്ടില്ല അങ്ങനെ ഒരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾ പഠിക്കുക. ഒരേ ചിഹ്നം വന്നാൽ, കണ്ടോ ഇത് ഒരേ ചിഹ്നത്തിൽ കിടക്കുക. എന്താ? ഇത് മൈനസ് ആണ്, ഇതും മൈനസ് ആണ് എന്ന് പറഞ്ഞാൽ ഒരേ ചിഹ്നം വന്നാൽ പഠിക്കുക, കൂട്ടണം. കൂട്ടിക്കിട്ടുന്ന എത്രയാ മക്കളെ? 9. 7 2 കൂടെ കൂട്ടി എത്ര? 9. എന്നിട്ട് അതേ ചിഹ്നം നൽകണം. കണ്ടല്ലോ, അപ്പോൾ പഠിച്ചല്ലോ. ഒരേ ചിഹ്നം വന്നാൽ കൂട്ടണം, എന്നിട്ട് അതേ ചിഹ്നമായിട്ടുള്ള മൈനസ് നൽകണം. ഓക്കെയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് -9 ആകുന്നു. അല്ലെങ്കിൽ ഒറ്റ കാര്യം ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് പറയാം. -3 -5 ആൻസർ എപ്പോഴും എത്ര ആയിരിക്കും? -8 ആയിരിക്കും എന്ന് പഠിക്കുക. ഒരേ ചിഹ്നം വന്നാൽ കൂട്ടണം, കൂട്ടിയിട്ട് അതേ ചിഹ്നമായ നെഗറ്റീവ് നൽകണം. ഓക്കെയാണ്. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോണം ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും മനസ്സിലായി. അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. -3 + -9 ഇങ്ങനൊരു ചോദ്യം വന്നാൽ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾക്കറിയാം എന്താണ്? ഈ പ്ലസും മൈനസും കൂടെ മാറിയിട്ട് എന്തായിട്ട് മാറും? മൈനസ് ആയി മാറും. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടേ. ഓക്കെയാണ്. അപ്പം -3 -9 എന്ന ക്വസ്റ്റ്യൻ മാറും. ഇതിൻ്റെ ആൻസർ എത്രയാണ് മക്കളെ? ഒരേ ചിഹ്നം വന്നാൽ, കണ്ടോ മൈനസും മൈനസും ഒരേ ചിഹ്നമാണ്. അപ്പോൾ കൂട്ടണം, കൂട്ടിക്കിട്ടുന്ന എത്രയാ? 12. എന്നിട്ട് അതേ ചിഹ്നം കൊടുക്കും. ദ ആൻസർ ഈസ് -12. ഓക്കെയാണ്. ഇതെല്ലാം നിങ്ങൾ ബുക്കിൽ എഴുതി പഠിച്ചു പോകണം. അപ്പോൾ എത്ര ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാം. ഒരു വട്ടോടെ ഞാൻ പഠിപ്പിക്കാം. -10
പ്ലസ് -3 എന്ന് പറയുമ്പോൾ ആൻസർ എന്തുമായിരിക്കും മക്കളെ? നിങ്ങളുടെ മനസ്സിൽ വന്നല്ലേ -10 -3 ആകുന്നു. ഒരേ ചിഹ്നം വന്നാൽ കൂട്ടണം, എന്നിട്ട് അതേ ചിഹ്നം കൊടുക്കണം. ആൻസർ ഈസ് -13. നിങ്ങളുടെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചോ, അതല്ലേ നല്ലത്. ഓക്കെ, ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: -4 -2. വീഡിയോ സ്കിപ്പ് ചെയ്യുന്നവർക്ക് ഒന്നും കിട്ടത്തില്ല, എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അത് നോക്കിയോ. ഇവിടെ നോക്ക്, ഇവിടെ പുതുതായിട്ടൊരു സംഭവം വന്നു. നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് പ്ലസും മൈനസും വന്നാൽ എന്താണെന്ന് ഞാൻ എഴുതി തന്നു, മൈനസ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താ? രണ്ടും മൈനസ് ആണ്. മക്കളെ പഠിച്ചു വെച്ചോ, രണ്ടും മൈനസ് വരികയാണെങ്കിൽ, രണ്ടും മൈനസ് ആണ് വരുന്നതെങ്കിൽ ആ കണക്കിൽ ഒരു മാറ്റം വരും. മൈനസ് മാറി അത് എന്തായി മാറും? പ്ലസ് ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ രണ്ട് മൈനസുകൾ തമ്മിൽ ഗുണിച്ചാൽ ഉത്തരം പ്ലസ് ആകും എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ മൈനസും മൈനസും കൂടെ എന്തായി മാറും? പ്ലസ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ അടിസ്ഥാനം ഇല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക. -4 അടുത്ത എന്ത് സംഭവിക്കും? മൈനസും മൈനസും പ്ലസ് ആകുന്നു, എന്നിട്ട് 2 എഴുതുന്നു. ഓക്കെയാണ്. ഏതാണ്ട് ഈ മൈനസും മൈനസും ആണ് എന്തായിട്ട് ഇവിടെ മാറിയത്? പ്ലസ് ആയിട്ട് മാറിയത്. -4 + 2 എന്ന് പറയുമ്പോൾ ആൻസർ എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കുക, നിങ്ങൾ ആദ്യം പഠിച്ച കാര്യം, ഫസ്റ്റ് നമ്മൾ പഠിച്ച എന്താണ്? 2 ൽ 5 കുറയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ വ്യത്യസ്ത ചിഹ്നം വന്നാൽ എന്ത് ചെയ്യണം? കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ മൈനസും ഇവിടെ പ്ലസും വന്നു. വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ എന്താണ് മക്കളെ ചെയ്യേണ്ടത്? വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ കുറയ്ക്കണം. ഉത്തരം 2. എന്നിട്ട് വലിയ സംഖ്യ ആരാണ്? 4. അതിൻ്റെ ചിഹ്നം എന്താണ്? നെഗറ്റീവ്. അതുകൊണ്ട് ആൻസറിലും നെഗറ്റീവ് വരും. ദ ആൻസർ ഈസ് -2. ഓക്കെയാണ്. ഒരേ ചിഹ്നം വന്നാൽ കൂട്ടം, വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറയ്ക്കും. ഓക്കെയാണ്. ഓർഡർ തെറ്റിപ്പോരുത്. അത് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ABCDയും കായ്ക്കും പഠിച്ച കണക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരേ ചിഹ്നം വന്നാൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം, വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ ശരിയാവും കേട്ടോ. ഞാനൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കണക്കായത്. ഓക്കെ, അടുത്ത ചോദ്യം: -3 -5. ഓക്കെ, ഇങ്ങനൊരു ചോദ്യം വന്നു. നിങ്ങൾക്കറിയാം എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഈ മൈനസും കൂടെ എന്തായിട്ട് മാറും? പ്ലസ് ആയി മാറുന്നു. അപ്പോൾ ഉത്തരം -3 +5 എന്നാവും ഉത്തരം. ഇനി എന്താ ഉത്തരം നോക്കേണ്ടത്? എങ്ങനെ? ഇതിന്റെ ചിഹ്നം മൈനസ്, ഇതിന്റെ ചിഹ്നം പ്ലസ്. വ്യത്യസ്ത ചിഹ്നം വന്ന എന്ത് ചെയ്യും? കുറയ്ക്കുമ്പോൾ 2 കിട്ടും. എന്നിട്ട് എന്താ പരിപാടി? വലുതിന്റെ ചിഹ്നം, വലുതെന്ന് പറയുന്ന 5 ആണ്. 5ന്റെ ചിഹ്നം പ്ലസ് ആകുന്നു. അതുകൊണ്ട് ആൻസർ ഈസ് +2 ഈസ് ദ ആൻസർ. +2 ആണ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ച് കുറേ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ മിടുക്കരാവും. -5. ഇനി ഞാൻ ഇടാത്ത ചോദ്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട്ബുക്ക് ഇട്ടോണം കേട്ടെ. -5 -8 എന്ന ചോദ്യം വന്നു. അപ്പം നിങ്ങൾക്കറിയാം -5 ആവും. എന്നിട്ട് ഈ മൈനസും കൂടെ എന്തായി മാറും? ഈ മൈനസും കൂടെ പ്ലസ് ആവും, 8 ആകും. എന്നിട്ട് നിങ്ങൾ പറയും ഇത് നെഗറ്റീവാണ് സാർ, ഇത് പോസിറ്റീവാണ് സാർ. അങ്ങനെ 2 ഡിഫറൻറ്റ് ചിഹ്നം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സാർ പറഞ്ഞു തന്നിട്ടുണ്ട് കുറയ്ക്കണമെന്ന്. എന്നിട്ട് എന്ത് ചെയ്യണമെന്നും പറഞ്ഞിട്ട് വലുതിൻ്റെ ചിഹ്നമായ ഈ പ്ലസ് നൽകണം ഉത്തരത്തിൽ. അതുകൊണ്ട് ആൻസർ ഈസ് +3 അല്ലെങ്കിൽ വെറും 3 എന്ന് എഴുതിയാലും മതി. +3 അല്ലെങ്കിൽ വെറും 3. ഓക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി. ചെറുതിന്ന് വലുത് കുറച്ചാൽ എന്തായാലും എന്ത് വരും? നെഗറ്റീവ് വരും. അത് മനസ്സിലായി. 0ക്ക് ഇങ്ങോട്ടുള്ളത് പോസിറ്റീവ് ആണെന്നും ഇങ്ങോട്ടുള്ളത് നെഗറ്റീവ് ആണെന്നും. ഇനി -3 ചെറുതാണ് 3യേയും കാട്ടിയും, -3 ചെറുതാണ് -2നെയും കാട്ടിയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ -3 ആണ് ചെറുതാരെയും കാട്ടിയും -2നെയും കാട്ടിയും. 0യും കാട്ടിയും ചെറുതാണ് ആര്? -1. ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെയാണേ. എന്നിട്ട് നമ്മൾ പഠിച്ചു വ്യത്യസ്ത ചിഹ്നം വന്നാൽ, വ്യത്യസ്ത ചിഹ്നങ്ങളാണ് വരുന്നതെങ്കിൽ ഉത്തരത്തിൽ കുറയ്ക്കുമെന്നും വലുതായിട്ടുള്ള സംഖ്യയുടെ ചിഹ്നം കൊടുക്കുമെന്നും പഠിച്ചു. ഓക്കെയാണ്, അത് നമ്മൾ പഠിച്ചു. എന്നിട്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ പഠിച്ചു ഒരേ ചിഹ്നം വന്നാൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം നൽകും. ഒരേ ചിഹ്നങ്ങൾ വന്നാൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം വരും. അതും നമ്മൾ പഠിച്ചു. എന്നിട്ട് നമ്മൾ പഠിച്ചു നടുക്ക് പ്ലസും മൈനസും വന്നാൽ അത് മൈനസ് ആകുമെന്നും മൈനസും വന്നാൽ അത് പ്ലസ് ആകുമെന്നും പഠിച്ചു. ഓക്കെയാണ്, ഇത്രയും കാര്യങ്ങളും പഠിച്ചു. അപ്പോൾ അഡിഷനും സബ്ട്രാക്ഷനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗുണനത്തിലേക്ക് പോവാം. ഇങ്ങനത്തെ സംഖ്യകൾ ഗുണിച്ചാൽ എത്ര നമുക്ക് നോക്കാം. അതാ നോക്കിയാൽ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി പറയാണ് 3 × 4 എത്രയാണ്? 3ഉം 4ഉം കൂടെ ഗുണിച്ചാൽ നിങ്ങൾക്കറിയാം 12 ആണ്. 3ഉം 4ഉം കൂടെ ഗുണിച്ചാൽ 12 ആണ്. അപ്പോൾ ഞാൻ ഇച്ചിരി മാറ്റണം, നമുക്ക് നെഗറ്റീവ് ഒക്കെ പഠിക്കണം. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യനെ മാറ്റി -3 ×
-4 എന്ന് ചോദ്യത്തിൽ വരുത്തി. രണ്ടും നെഗറ്റീവ് സംഖ്യ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, മൈനസും മൈനസും കൂടെ ഗുണിച്ചാൽ, മൈനസ് സംഖ്യയും കൂടെ ഗുണിച്ചാൽ എപ്പോഴും ഉത്തരം എന്ന് പറയുന്നത് പോസിറ്റീവ് ആകും എന്നുള്ള സത്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ നെഗറ്റീവ് സംഖ്യയും കൂടെ ഗുണിക്കുമ്പോൾ പോസിറ്റീവ് സംഖ്യയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് 12 തന്നെ കിട്ടുമെന്ന് മനസ്സിലാക്കുക. കേട്ടല്ലേ? അപ്പോൾ ഒരേ ചിഹ്നം വന്നാൽ, ഗുണിക്കുമ്പോൾ ഒരേ ചിഹ്നം വന്നാൽ അതെന്തായി മാറും? പോസിറ്റീവ് ആവും. ഒരേ ചിഹ്നം തമ്മിൽ ഗുണിച്ചാൽ ഉത്തരത്തിൽ എന്ത് വരും? പോസിറ്റീവ് വരും. അല്ലെങ്കിൽ ഇനി ഇതിൽ നിന്ന് മാറ്റി പഠിക്കാനായിട്ട് എളുപ്പമാണ്, ഇങ്ങനെ പഠിക്കുക. 3 × -4. കണ്ടോ, ഇവിടെ ഒരു സംഖ്യയ്ക്ക് മാത്രമേ നെഗറ്റീവ് ഉള്ളൂ എന്ന് പറയുമ്പോൾ ഈ സംഖ്യ പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ പഠിക്കുക പ്ലസ് ഇൻറ്റു മൈനസ്, പ്ലസും മൈനസും കൂടെ ഗുണിച്ചാൽ ഉത്തരത്തിൽ എന്തേ വരൂ? മൈനസേ വരൂ. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ 12 എഴുതാൻ്റെ കൂടെ എന്തും കൊടുക്കുക? നെഗറ്റീവും കൊടുക്കുക. കേട്ടല്ലേ? അപ്പോൾ ഈ പ്ലസ് സംഖ്യയും ഈ മൈനസ് സംഖ്യയും ഗുണിച്ചാൽ എന്ത് വരും? മൈനസ് വരും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഉത്തരം -12 ആകുന്നു. ഓക്കെയാണെ -12 ആകുന്നു. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ എഴുതാം -3 × 4. ഇങ്ങനെ വന്നാലും ഉത്തരം എന്തായിരിക്കും? താണ്ടെ ഈ 4ന്റെ ചിഹ്നം എന്തോ? ഈ 4ന്റെ ചിഹ്നം എന്തോ മക്കളെ? ഈ 4ന്റെ ചിഹ്നം എന്ത് തന്നെയാണ്? ആ 4ന്റെ ചിഹ്നം പ്ലസ് ആണ്. അതുകൊണ്ട് പ്ലസും മൈനസും, ഈ മൈനസും പ്ലസും കൂടെ ഗുണിച്ചാൽ എന്തേ വരത്തോളൂ? മൈനസേ വരത്തോളൂ. അതുകൊണ്ട് ഉത്തരം -12 ആവുന്നു. കണ്ടോ, ഈ വേരിയേഷൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. 3ഉം 4ഉം കൂടെ ഗുണിച്ചാൽ 12, ഇത് പണ്ടേ അറിയാം. ബാക്കി കാര്യങ്ങളാണ് നമുക്കറിയാത്തത്. -3ഉം -4ഉം കൂടെ ഗുണിച്ചാൽ എന്തായി മാറും? പോസിറ്റീവ് ആവും. കേട്ടല്ല? മൈനസും മൈനസോട് ഗുണിച്ചാൽ എന്തായിട്ട് മാറും? പോസിറ്റീവ് ആവും. ഇനി പോസിറ്റീവും നെഗറ്റീവും ഗുണിച്ചാൽ എന്തായി മാറും? നെഗറ്റീവ് വരും. നെഗറ്റീവും പോസിറ്റീവോട് ഗുണിച്ചാൽ എന്ത് തന്നെയാണ്? നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചേക്കണം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓൺ ടു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദ്യങ്ങൾ എഴുതാം. 2 × 6 നിങ്ങൾക്കറിയാം, സുഖമായി അറിയാം, നിങ്ങൾക്ക് 12 ആണ്, യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു -2 × -6 വന്നാൽ എന്താ മക്കളെ? നിങ്ങൾക്കറിയാം, മൈനസും മൈനസോടെ ഗുണിച്ചാൽ എന്തായി പോകും? പ്ലസ് ആയി പോകും. അപ്പോഴും ആൻസർ 12. എന്ത് 12 തന്നെ? +12. ഇവിടെ എന്തൊരു 12? +12. ഇവിടെ എന്ത് 2? +2. ഇത് എന്തൊരു 6? +6. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആദ്യം മനസ്സിലായി. ഇനി അടുത്ത -2നെ വെറും 6 ഗുണിച്ചാൽ എന്ത് സംഭവിക്കും മക്കളെ? ഈ ചിഹ്നം എന്ത് ചിഹ്നമാണ്? പോസിറ്റീവാണ്. അപ്പം നെഗറ്റീവും പോസിറ്റീവും ഗുണിച്ചാൽ ഉത്തരത്തിൽ എന്ത് വരും? നെഗറ്റീവ് വരും. അതുകൊണ്ട് -12 ആണ് ഉത്തരം. അടുത്തൊരു ചോദ്യം എഴുതാം. -6 × 2 വന്നു കഴിഞ്ഞാൽ ഉത്തരം എന്ത് തന്നെ? -12 തന്നെയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെയാണെ കുഴപ്പമില്ലല്ലോ, ഇത് സൂക്ഷിച്ച് വെക്കാമല്ലോ. യെസ്, ഓക്കെ. വേറൊരു ചോദ്യം കൂടെ അങ്ങ് ഇട്ടേക്കാം. -1 × -10. അപ്പോൾ ഉത്തരം എന്തായിരിക്കും? മൈനസും മൈനസും വന്നു. അപ്പം ഗുണിക്കുമ്പോൾ എന്തായി മാറും? പോസിറ്റീവ് ആവും. ഉത്തരം 10 തന്നെ. 1ഉം 10ഉമായിട്ട് ഗുണിച്ചാൽ 10 തന്നെ. ഇനി അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ഒരുവിധം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. വേണമെങ്കിൽ ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഡിവിഷനിലേക്ക് പോകാം. ഇങ്ങനെ ഞാൻ ചോദ്യം ചോദിച്ചു. -2 × 3 × 2 -2 ഇങ്ങനെ ചോദ്യം വന്നാലോ? മക്കളെ പറ. ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. ആയിക്കോട്ടെ, ഈ നെഗറ്റീവും ഈ പോസിറ്റീവും കൂടെ ഗുണിച്ചാൽ എന്തായി മാറും? നെഗറ്റീവ്. നെഗറ്റീവൂടെ ഗുണിച്ചാൽ എന്തായി മാറും? പോസിറ്റീവായി മാറും. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ നെഗറ്റീവൂടെ ഗുണിച്ചാൽ എന്ത് തന്നെയാണ് ഉത്തരത്തിൽ വരേണ്ട? പോസിറ്റീവ്. ഇവിടെ പോസിറ്റീവ് ആണല്ലോ, അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യേണ്ട. ആൻസർ പോസിറ്റീവ് ആയിരിക്കും. 3 ഗുണിച്ചാൽ 6, 6 2 12. ഉത്തരം എന്ന് പറയുന്നത് വെറും 12 ആയിരിക്കും. ഓക്കെയാണ്. അപ്പോൾ 3-4 ചിഹ്നം വന്നാലും ഗുണിച്ചങ്ങ് എഴുതിയാൽ മതി എന്നർത്ഥം. ഓക്കെയാണ്. അല്ലെങ്കിൽ ഒരു ചോദ്യം കൂടെ ഇടാം. അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻസ് 3 × -4 × 6 ഇങ്ങനൊരു ചോദ്യം വന്നു. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ചിഹ്നം പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവൂടെ ഗുണിച്ചാൽ നെഗറ്റീവ് എന്നല്ലേ വരുന്നത്. ഇത് പോസിറ്റീവ് ആണല്ലോ, അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലാണ്ട് ഈ പോസിറ്റീവോട് ഗുണിച്ചാൽ പോസിറ്റീവ് തന്നെ. പിന്നെ ഈ നെഗറ്റീവ് ഗുണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നെഗറ്റീവ് വരും. 4 3 ഗുണിച്ചാൽ 12, 12നോട് 6 ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര? 72. ആൻസർ -72 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഡിവിഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഡിവിഷനിൽ എങ്ങനെയാണ് നമ്മളെങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കണം. ഇനി അടുത്ത ഡിവിഷൻ എങ്ങനെയാണ്? നമുക്കറിയാം 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഒരു ചോദ്യം വന്നു. 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്കറിയാം 5 ആൻസർ. അറിയാം. അതല്ലല്ലോ നമുക്ക് വേണ്ട. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. -20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാനൊരു ചോദ്യം വന്നു. നമ്മൾ എങ്ങനെയാണോ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചത് അതുപോലെയാണ് ഡിവിഷൻ. അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട. ഈ ചോദ്യത്തിൽ ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും ആണെങ്കിൽ നമ്മൾ ഈ ചോദ്യത്തിൽ പഠിച്ചാണ്. അതാണ്ട് ഇത് മൈനസും ഇത് പ്ലസ്സും ആണെങ്കിൽ ഉത്തരം എന്താ? മൈനസ് അല്ലായിരുന്നു. അതുപോലെ തന്നെ ഇത് മൈനസും ഇത് പോസിറ്റീവും ആണെങ്കിൽ ഉത്തരത്തിൽ എന്ത് വരും?
മൈനസ് വരും. ഓക്കെ, അപ്പോൾ ഡിവിഷനിലെ കേസിലും മൈനസും പ്ലസും ആണ് വരുന്നതെങ്കിൽ ഉത്തരത്തിൽ എന്ത് തന്നെയാണ്? മൈനസ് തന്നെയാണ്, മൾട്ടിപ്ലിക്കേഷൻ പോലെ. അപ്പോൾ ഉത്തരം എന്ത് വരും? -5 ആയിരിക്കും ആൻസർ. ഓക്കെ ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നു, 20 ഡിവൈഡ് ബൈ -4. ഇങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ഈ 20 എന്ന് പറയുന്ന പോസിറ്റീവാണ്, 4 എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതുകൊണ്ടും ഉത്തരത്തിൽ എന്ത് തന്നെ വരും? നെഗറ്റീവ് വരും. അവിടെ ആൻസർ എന്താണ്? -5 ആകുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന മറ്റൊരു ചോദ്യം എനിക്കറിയാം, സാർ ഇങ്ങനെയാണെങ്കിലോ -20 ഡിവൈഡ് ബൈ -4 എന്ന് വന്നാൽ എന്താ പ്രത്യേകത? ഇതല്ലേ ചോദ്യം. അപ്പം നിങ്ങൾ നേരത്തെയും പഠിച്ചതാണ്, ഒരേ ചിഹ്നങ്ങൾ വന്നാൽ എന്തായിരിക്കും ഉത്തരം? പോസിറ്റീവാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഉത്തരവും വെറും 5 ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ 5 കണ്ടീഷനും അല്ലെങ്കിൽ ഈ 4 കണ്ടീഷനും നിങ്ങളുടെ മനസ്സിൽ വേണതുണ്ട്. ഇതും നിങ്ങൾ ഒരു പെട്ടിയായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കണം. അപ്പോൾ നെഗറ്റീവ് സംഖ്യ ഡിവിഷൻ ഇനി നിങ്ങൾ തെറ്റിക്കൂല, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കും, ഉറപ്പ്. ഇത്രയും കാര്യങ്ങൾ അറിയണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തെറ്റിപ്പോകുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം. 18 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 9 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ -18 ഡിവൈഡ് ബൈ 2 വന്നാൽ പറ മക്കളെ എന്താ പ്രത്യേകത? ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവുമാണ്. അപ്പോൾ എന്ത് വരും ഉത്തരത്തിൽ വ്യത്യസ്തം വന്നാൽ നെഗറ്റീവ് തന്നെ. അപ്പം -9 ആണ് ആൻസർ. ഇനി ഞാൻ ചോദിക്കുന്നു, 18 ഡിവൈഡ് ബൈ -2 എന്ന സംഖ്യയാണ് വരുന്നതെങ്കിലും ഉത്തരം എന്ത് തന്നെയാണ്? -9. സംശയമില്ലല്ലോ. എന്താ കാര്യം? ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഉത്തരത്തിൽ എന്ത് വരും? നെഗറ്റീവ് വരും എന്ന് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി മൊത്തവും മൈനസ് ആണെങ്കിലോ -18ഉം -2 ആണ് വരുന്നതെങ്കിൽ വെറും 9 വരും. ഓക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് തരാം. ഒന്നാമത്തെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് അഡീഷണലി നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ചെയ്യുക, 5 - 10 ആൻസർ ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ചോദ്യം -20 -10 ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ഒരുപാട് തരാം, -2 ഇൻറ്റു -4 ചെയ്യുക. അടുത്ത നാലാമത്തെ ചോദ്യം -20 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അഞ്ചാമത്തെ ചോദ്യം -28 ഡിവൈഡ് ബൈ -4 ചെയ്യുക. ആറാമത്തെ ചോദ്യമായിട്ട് -5 -20 എന്ന ചോദ്യം. 6 ചോദ്യങ്ങളായ. ഏഴാമത്തെ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് -8 + 10 ചെയ്യുക. എട്ടാമത്തെ ചോദ്യം -6 ഇൻറ്റു 4 ചെയ്യുക. ഒൻപതാമത്തെ ചോദ്യം 20 ഇൻറ്റു -10 എത്ര കിട്ടും? പത്താമത്തെ ചോദ്യം -20 ഡിവൈഡഡ് ബൈ -10 ചെയ്യുക. 11ാമത്തെ ചോദ്യം -2 ഡിവൈഡഡ് ബൈ -21 ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. -21 ഡിവൈഡ് ബൈ 3 ആണ്. -21 ഡിവൈഡ് ബൈ 3 ചെയ്യുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇടുക. അപ്പോൾ ഇത് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ഇനി നമ്മൾ നേരെ പുസ്തകത്തിലേക്ക് പോകും. അതിന് മുമ്പായിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ ഇതുപോലത്തെ കാണും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് അറിയിക്കണം. എനിക്കറിയില്ല നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, കൊള്ളാമോ ക്ലാസ്, ഇനി ഇതുപോലത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരണമോ, അതൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ആയിട്ട് അറിയിക്കുക. കമൻറ്റ് സെക്ഷൻ അതിന് വേണ്ടിയാണ് മക്കളെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക, അവരും പഠിച്ചോട്ടെ. ഒന്നും പഠിക്കാതെ ഏറ്റവും ലോ ആയിട്ട് കിടക്കുന്നവർക്ക് എന്നെ അയച്ചു കൊടുക്കുക. അവർ മിടുക്കരായിട്ട് പഠിച്ച് മുന്നോട്ട് വരാനുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.